സ്വാഭാവികമായിട്ടും നമ്മളൊരു ക്ലാസ്സിലൊരു കുട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിലെ ബാക്കി കുട്ടികൾക്കാണെങ്കിലും അധ്യാപകർക്കാണെങ്കിലും ബാക്കി ഈ സ്കൂളിൽ തന്നെ ബാക്കി കുട്ടികൾക്കും അതൊരു വൈകാരികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ആ സെയിം ക്ലാസ്സിലെ കുട്ടികൾ വേറെ രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഭാഗം കേട്ടിട്ട് മാത്രമാണ് ഫൈനൽ തീരുമാനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മാനേജറും സ്കൂളിലെ HMO അല്ലെങ്കിൽ സ്കൂളിലെ PTA പ്രസിഡൻറ്റ്, മാനേജർ, AEO DO എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ഭാഗം കേട്ടതിന് ശേഷം സ്കൂളിലെ സ്കൂളിലെ HMനെയും 9ലെ ക്ലാസ് ടീച്ചർ ആശ ടീച്ചറെയും ഒരു കുറച്ച് ദിവസം പറഞ്ഞിട്ടില്ല, അത് മാറിയിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ ഭാഗവും അന്വേഷിക്കണം, പല രീതിയിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിട്ട് മാത്രമാണ് നമുക്ക് ഫർദർ ആക്ഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പ്രോസസ്സ് എന്തായാലും പ്രസ് റിലീസിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാനേജർ തന്നു കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. റിപ്പോർട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. അതെ. പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചു. ഉണ്ട്. അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, DD ക്ക് കൊടുത്തിട്ടുണ്ട്. DD മിക്കവാറും DGക്ക് പോയി അയച്ചിട്ടുണ്ടാവും. അല്ല, ഇപ്പോൾ നമ്മുടെ ലെവലിലുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പ്രൈമറി റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫർദർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് ഉണ്ട്. എത്ര ദിവസം എടുക്കുന്നതാണ് സാർ? അത് സ്വാഭാവികമായിട്ടും പോലീസ് അന്വേഷണം കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിനൊരു എത്ര ദിവസം എന്ന് പറയാൻ ഈ സമയത്ത് സാധിക്കില്ലല്ലോ. അതെ, തീർച്ചയായും. ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ മൊഴി എടുക്കും. 9ലെ ക്ലാസ്സിലെ കുറേ കുട്ടികളാണ് ഇപ്പോൾ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ഭാഗങ്ങൾ അന്വേഷിക്കണം. കാരണം ആ ക്ലാസ് മാത്രമല്ല, ആ ക്ലാസ് ടീച്ചർ ക്ലാസ് എടുക്കുന്ന ബാക്കി ക്ലാസ്സുകളാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള ആ കുട്ടിയുടെ തന്നെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആ കാര്യങ്ങളൊക്കെ കൂടി നോക്കണം. കാരണം ഈ സമയത്ത് നമുക്ക് ഈ രീതിയിലേക്കുള്ള ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. കാരണം അധ്യാപകരും കുട്ടികളും ഒരിക്കലും രണ്ട് കമ്പോണൻ്റ് അല്ല, വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് അല്ല, രണ്ടും ഒന്നാണ്. രണ്ടുപേരും അങ്ങനെ ആ രീതിയിൽ കാണേണ്ട സാഹചര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും എന്തുണ്ടെങ്കിലും നമ്മൾ അന്വേഷിക്കും. താങ്ക് യു.